ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർനെറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജൻ സർവീസാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇത് ബാക്കിൽ ബ്രേക്കിൻ്റെ പാഡാണ്. ബാക്കിൽ ബ്രേക്ക് പാഡ് നമുക്കുണ്ട്, ഫുള്ളായിട്ട് തേഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു ബാക്കിൽ ബ്രേക്ക് പാഡ് നമുക്ക് മാറ്റി കളയണം. അതുപോലെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസുണ്ട്. അതപ്പം ചെയിനൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കത് ലൂബ് ചെയ്തെടുക്കണം ചെയിനൊക്കെ. അതുപോലെ തന്നെ ഞാൻ പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമ്മൾ. ബാറ്ററി ഇരിക്കുന്നത് അമറോണിൻ്റെ 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. 13.02 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വല്ല ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കില്ല. ബാറ്ററി ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി നല്ല ബാറ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. നിലവിലിപ്പോൾ വണ്ടിയിൽ ഹോൺ ഇരിക്കുന്നില്ല. ഹോൺ ഇരിക്കുന്ന ലൊക്കേഷനാണിത്. ഹോൺ ഇരിക്കുന്നില്ല, അത് ഹോണിലേക്ക് കൊടുക്കുന്ന വയറാണ്. അപ്പോൾ ഹോൺ വണ്ടിയിലില്ല. അപ്പോൾ പുതിയ ഹോൺ നമുക്കത് വെക്കണം. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊന്നും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഡിസ്ക് പാഡൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഫുള്ളാന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വീഴ്ചിട്ടേക്കാം. ഫ്രണ്ടിലെ ബ്രേക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ടൈറ്റാണ്, നല്ല കല്ലം ബ്രേക്ക് പോലെയാണ്. അത് ഈ ബ്രേക്ക് നല്ല കല്ലം ബ്രേക്ക് പോലെയാണ്. അത് ഈ MC സബിൻ്റെ കമ്പനിയാണ്. ഇതൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് മാത്രം. ക്ലീൻ ചെയ്തിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് മാറ്റിക്കളയണം. ഈ MC യൂണിറ്റ് നമുക്കത് മാറ്റിക്കളയേണ്ടി വരും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് മാത്രം. കഴിഞ്ഞാൽ ഇതിൽ റെഡി ആവാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് മാത്രം. നോക്കിയിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് MC യൂണിറ്റ് മാറ്റിക്കളയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലെ ഈ ഹാൻഡിലിൻ്റെ ബാരിങ് കംപ്ലൈൻ്റ് ആണ്. നല്ല ഗട്ടറൊക്കെ ചാടുമ്പോഴും അല്ലാത്ത ചെറിയൊരു ഗട്ടർ ചാടുമ്പോൾ തന്നെ നല്ല അടി വരുന്നുണ്ട്. അത് ആ ഹാൻഡിലിൻ്റെ ബാരിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ കുറച്ച് ആക്ഷൻ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ആക്ഷൻ കൂടുതൽ നമ്മൾ അതിൻ്റെ ഫോർക്ക് ഓയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഓയിൽ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, ഈ സൈഡത്തെ ഈ ഫോർക്ക് പൈപ്പ് കണ്ടോ, ഈ ഒരു ഫോർക്ക് പൈപ്പും അതുപോലെ ഇവിടെ വരുന്ന ഈ ഫോർക്ക് പൈപ്പ് അത് തേയ്മാണ്. ഈ പ്ലേറ്റ് തേഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ ഫോർക്ക് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ലീക്ക് വരും. അപ്പോൾ ലീക്ക് വരാതിരിക്കണമെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഫോർക്ക് പൈപ്പും അതുപോലെ ഫോർക്ക് ഓയിലും ഫോർക്ക് ഓയിലും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ആക്കാം അയക്കണമെന്നുണ്ടെങ്കിൽ. കോൺസെപ്റ്റ് നമുക്ക് എന്തായാലും മാറ്റണം. അത് മാറ്റണ നേരത്തെ നമുക്ക് ഈ ഫോർക്ക് അയക്കണം. ഫോർക്ക് അയച്ചിട്ട് അതിൻ്റെ ഓയിൽ മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ പിന്നീട് ലീക്ക് വരും. അപ്പോൾ 2 പൈപ്പ് മാറ്റി കഴിഞ്ഞ് ഓയിൽ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ പ്ലഗ് നമുക്കൊന്ന് മാറ്റിക്കളയാം. പ്ലഗ് അത്യാവശ്യം മോശമായിട്ടുണ്ട്. ആ പ്ലഗ് ഒന്ന് മാറ്റിയിടാം. പിന്നെ വേറെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മെയിൻ കംപ്ലൈൻറ്റ് ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക്, അതുപോലെ ഷോക്കപ്പിൻ്റെ ട്യൂബിൻ്റെ കംപ്ലൈൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. അതൊക്കെ ഏത് രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഒരു എസ്റ്റിമേറ്റ് തരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് പറഞ്ഞാൽ മതി, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.